കെ വി അബ്ദുൽ ഖാദർ ടെലിഫോൺ ലൈനുണ്ട്. ശ്രീ അബ്ദുൽ ഖാദർ, ഇപ്പോൾ എന്താണ് ഈ ഏറ്റവും പുതിയ വിവരങ്ങൾ അനുസരിച്ച് താങ്കൾക്ക് വിവരം ലഭ്യമായി കാണുമെന്ന് കരുതുന്നു. അതായത് അക്കൗണ്ടുകൾ മരവിപ്പിച്ച ആ നടപടി ഇപ്പോൾ ആ ഹർജി ഇപ്പോൾ തള്ളിയിരിക്കുന്നു ഹൈക്കോടതി എന്നാണ് അറിയാൻ കഴിയുന്നത്. കാരണം 1 കോടി രൂപ ആദായനികുതി വകുപ്പ് കണ്ടുകെട്ടിയ ആ നടപടിക്കെതിരെയായിരുന്നല്ലോ പാർട്ടി കോടതിയെ സമീപിക്കുന്നത്. ഇപ്പോൾ അവിടെ ഒരു തിരിച്ചടി പാർട്ടിക്ക് ഉണ്ടാകുന്നുണ്ട്. എന്താണ് പ്രതികരണം അങ്ങയുടെ? അല്ല, ഈ നിമിഷത്തില് തീർച്ചയായിട്ടും ഇതിനെതിരായിട്ട് ഉയർന്ന കോടതിയിൽ, സുപ്രീം കോടതിയിൽ അപ്പീലുമായിട്ട് പോവുക എന്നുള്ളതാണ് പാർട്ടിയുടെ മുന്നിലുള്ള വഴി. ആ നിയമ നടപടി സ്വീകരിക്കും. അപ്പോ സ്വാഭാവികമായിട്ടും ഇത്തരം കേസുകളിൽ കൂടുതൽ വിശദമായിട്ടുള്ള വാദം നടത്തേണ്ടതുണ്ടെങ്കിൽ അത് അവതരിപ്പിക്കുകയും കോടതിയെ ബോധ്യപ്പെടുത്തുകയും ചെയ്യും. അതാണ് ഈ നിമിഷം പറയാനുള്ള കാര്യം. ഇക്കാര്യത്തിൽ ഞങ്ങളുടെ നിലപാട് കോടതിയെ ബോധ്യപ്പെടുത്താനാകും എന്ന വിശ്വാസമാണ് ഞങ്ങൾക്കുള്ളത്. അതായത് ഇതിൽ പ്രധാനപ്പെട്ട വിവാദം മരവിപ്പിച്ച അക്കൗണ്ടിലേക്ക് പണമിട്ടാൻ എത്തിയ സമയം അത് പെരുമാറ്റച്ചട്ടം നിലനിൽക്കുകയാണ്. 1 കോടി രൂപ പണമായി എത്തിക്കുന്നത് അത് ചട്ടലംഘനമെന്നാണ് ഈ ആദായ വകുപ്പ് പറഞ്ഞത്. അതേസമയം കരുതിക്കുട്ടിയുള്ള നടപടി എന്നാണ് പാർട്ടി അതിനെ പ്രതിരോധിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ അതേ നിലപാട് തന്നെയാണ്. അപ്പോൾ നിയമപരമായിട്ട് ഇനി ഇത് ഇവിടെ ഹൈക്കോടതിയിൽ ബോധ്യപ്പെടുത്താൻ കഴിയുന്നില്ല പാർട്ടിക്ക്? അല്ല, അത് ഞങ്ങളുടെ അഭിഭാഷകർ മുഖേന കൂടുതൽ ഉയർന്ന നിയമവേദികളിൽ അവതരിപ്പിക്കുക എന്നുള്ളതാണ് ചെയ്യാൻ കഴിയുന്ന കാര്യം. അക്കാര്യങ്ങൾ ചെയ്യും. അതായത് സുപ്രീം കോടതിയിലേക്ക് പോകും. അതെ, കോടതി സിംഗിൾ ബെഞ്ച് വിധിയാണെങ്കിൽ ഡിവിഷൻ ബെഞ്ചിൽ സമർപ്പിക്കും. ഡിവിഷൻ ബെഞ്ച് ആണെങ്കിൽ സുപ്രീം കോടതിയിൽ പോകും. അതാണല്ലോ സാധാരണ നിയമ നടപടികളായിട്ട് നിർവഹിക്കാൻ കഴിയുക. ആ കാര്യങ്ങൾ ചെയ്യും. എന്തുകൊണ്ടായിരിക്കാം കോടതി ഇത് ബോധിപ്പിക്കാൻ കഴിയാതെ വിധിന്യായം പൂർണ്ണമായി കിട്ടാതെ വിശദാംശങ്ങളിലേക്ക് കടക്കാൻ ഇപ്പോൾ ഈ സന്ദർഭത്തിൽ കഴിയും. ശരി, വളരെയധികം നന്ദി. ശ്രീ കെ വി അബ്ദുൽ ഖാദർ, മുൻ MLA യും CPM ജില്ലാ സെക്രട്ടറി കൂടിയാണ് കെ വി അബ്ദുൽ ഖാദർ.